കരിയർ പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം രമ്യ ഗിരിജ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ജീനോമിക് അനലിസ്റ്റ് എന്ന് പറയുന്ന പ്രൊഫഷനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ചുറ്റും ഉള്ള പല ആൾക്കാരും, അതായത് സയൻസ് സബ്ജക്റ്റ് പഠിച്ച പല ആൾക്കാരും ഈ പറയുന്ന പ്രൊഫഷനിലേക്ക് പോകാനായിട്ട് എലിജിബിൾ ആണ്. പക്ഷെ നമുക്കറിയില്ല എന്താണ് ഈ ജീനോമിക് അനലിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഒരു രോഗം വന്നിട്ടാണ് അല്ലെ ചികിത്സിക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിംറ്റംസ് വരണം, അപ്പോഴാണ് നമ്മൾ ആ രോഗം എന്താണ് എന്ന് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ എന്തുകൊണ്ട് വന്നു എന്ന് നമ്മൾ അന്വേഷിക്കുകയും ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇങ്ങനെ രോഗം വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു സിംറ്റം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇവിടെയാണ് ഒരു ജീനോമിക് അനലിസ്റ്റിൻ്റെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജീനോമിക് അനലിസ്റ്റ് ആവാനായിട്ട് സയൻസ് പഠിക്കുന്ന ആൾക്കാർക്കാണ് മുൻഗണനയുള്ളത്. ഇത് സയൻസും ഡേറ്റാ സയൻസും കമ്പ്യൂട്ടർ സയൻസും ഇതെല്ലാം ചേർന്ന് കൊണ്ടുവരുന്ന ഒരു പ്രൊഫഷനാണ് ഈ പറയുന്ന ജീനോമിക് അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു മോഡേൺ ഒരു കരിയർ ഓപ്ഷനാണിത്. നീറ്റ് എഴുതി നമ്മൾ ക്വാളിഫൈ ചെയ്തില്ല, അപ്പം പിന്നെ മിക്ക കുട്ടികളും പോകുന്ന ഓപ്ഷൻസ് ഏതെങ്കിലും ഒരു സയൻസ് സബ്ജക്റ്റ് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ ചില ആൾക്കാർ BSc സുവോളജി എടുത്ത് പഠിക്കുന്നു, മൈക്രോബയോളജി എടുത്ത് പഠിക്കുന്നു, മോളിക്കുലാർ ബയോളജി എടുത്ത് പഠിക്കുന്നു, ബയോടെക്നോളജി എടുത്ത് പഠിക്കുന്നു. ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ എടുത്ത് പഠിക്കുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന പ്രൊഫഷനിലേക്ക് പോകാനായിട്ട് സാധിക്കും. നമ്മളൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ ആ പ്രൊഫഷൻ എന്താണ്, അല്ലെങ്കിൽ ആ പറയുന്ന കരിയർ റോൾ എന്താണ്, ഏതൊക്കെ അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്നത്, എന്താണ് അവിടേക്ക് എത്താനുള്ള കരിയർ പാത്ത് വേ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. സോ ഈ പറയുന്ന ജീനോമിക് അനലിസ്റ്റ് ആവാനായിട്ട് ആദ്യം ജീനോമിക്സ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനുശേഷമാണ് ജീനോമിക് അനലിസ്റ്റ് എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. എന്നിട്ടാണ് നമുക്ക് ആ പറയുന്ന കരിയർ ഓപ്ഷൻ സ്യൂട്ടബിൾ ആണോ എന്ന് തിരിച്ചറിയേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് സെല്ലാണ് അല്ലേ. ഈ സെൽസ് ആണ് പിന്നെ ടിഷ്യൂ ആയി മാറുന്നത്, ഈ ടിഷ്യൂ ആണ് ഒരു ഓർഗനായി മാറുന്നത്, ഈ ഓർഗൻ സിസ്റ്റമായി മാറുന്നു. ഇങ്ങനെയാണ് നമ്മളൊരു മനുഷ്യൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് അല്ലേ. ഈ പറയുന്ന ഓരോ ജീനിൻ്റെ ഉള്ളിലും നമ്മൾ സ്കൂളിൽ തന്നെ നമുക്ക് പടമൊക്കെ വരയ്ക്കാനായിട്ടുണ്ടാവും. സെല്ലിൻ്റെ ഡയഗ്രാംസ് നമ്മൾ വരയ്ക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അതിലൊരു ന്യൂക്ലിയസ് വരയ്ക്കാറുണ്ട് അല്ലേ. ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് കാണുന്ന മെറ്റീരിയലിനെ നമ്മൾ മാർക്ക് ചെയ്യാറുണ്ട് ജനറ്റിക് മെറ്റീരിയൽ. ഈ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നതിൽ DNA-യും RNA-യും ജനറ്റിക് മെറ്റീരിയലാണ്. നമ്മുടെ ഉള്ളിലുള്ള ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ് അല്ലേ. നമ്മൾ മൂവി കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ചില ഈ ക്രൈം സീൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ പറയാറുണ്ട് DNA അനാലിസിസ് റിപ്പോർട്ട് വന്നിട്ടില്ല, DNA അനാലിസിസ് കഴിഞ്ഞാണ് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുക എന്നൊക്കെ. സോ ഈ DNA എന്ന് പറയുന്ന ജനറ്റിക് മെറ്റീരിയലിൽ നമ്മുടെ എല്ലാവരുടെയും ഹിസ്റ്ററി ഉണ്ട്. നമുക്ക് എസ്പെഷ്യലി നമ്മളുടെ രോഗങ്ങൾ, അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ എല്ലാ ശരീരഘടന, നമ്മളുടെ വളർച്ച, നമുക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഒരു കലവറയാണ് ഈ പറയുന്ന DNA എന്ന് പറയുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നൊരു ഫീൽഡാണ് ജീനോമിക്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ജീനോമിക്സ് അല്ലെങ്കിൽ ജീനോമിക് അനലിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പേഴ്സണലൈസ്ഡ് ഡിസീസ് അസസ്മെൻ്റ് ആണ് ഒരു കാര്യം. നമുക്ക് പല ആൾക്കാർക്കും പല അസുഖങ്ങളും ഉണ്ടാവും അല്ലേ. അപ്പം ഇത് എന്തുകൊണ്ടാണ് നമുക്ക് വരുന്നത് എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല. പിന്നെ നമുക്കറിയാം വലിയ വലിയ രോഗങ്ങൾ, അതായത് ചില ക്യാൻസറൊക്കെ ആണെങ്കിൽ ചിലർ പറയാറുണ്ട് ലാസ്റ്റ് സ്റ്റേജാണ് നമ്മൾ അറിഞ്ഞത്, സോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില കേസസിൽ പറയാറുണ്ട് ചില ഡിസീസസ് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഡാമേജ് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്ന് പറയാറുണ്ട്. പിന്നെ ഇപ്പോൾ കൊറോണയൊക്കെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് അസുഖങ്ങൾ വരുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയില്ല അല്ലേ. അപ്പം ഇത് ഒരു റെയർ ആയിട്ടുള്ള കണ്ടീഷൻസ് പല ആൾക്കാരിലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ പറയുന്ന DNA-യിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ വഴി നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ റെയർ ഡിസീസസ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ പല ആൾക്കാർക്കും ഈ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ ചില ആൾക്കാർക്ക് എല്ലുകൾ പെട്ടെന്ന് പൊടിയുന്നൊരു അസുഖങ്ങൾ വരാറുണ്ട്, ഓസ്റ്റിയോപോറോസിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇത് നമുക്ക് നേരത്തെ നമ്മൾ ഇങ്ങനെയുള്ള അസുഖത്തിന് പ്രോണാണ് എന്നറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും, അതിനനുസരിച്ചിട്ടുള്ള സപ്ലിമെൻറ്റ്സ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും ഇങ്ങനെ ഒരു കണ്ടീഷൻ സിവിയർ ആവുമ്പോഴാണ് നമ്മൾ അറിയുന്നത്.
ഇങ്ങനെ ഒരു അസുഖം വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മുടെ DNA-യിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി ഇതുകൂടാതെ ചില കേസസ് നിങ്ങൾക്കും അറിയാമായിരിക്കും, ഫാമിലി ഹിസ്റ്ററിയിൽ ചില അസുഖങ്ങളുണ്ടാവും അല്ലേ? ചില ആൾക്കാർ പറയാറുണ്ട് അവരുടെ വീട്ടിലെല്ലാവർക്കും അങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന്. അപ്പം ഇങ്ങനെയുള്ള ആൻസിസ്ട്രൽ ഡിസീസസും അങ്ങനെയുള്ള ഹിസ്റ്ററീസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് DNA ടെസ്റ്റിംഗ് വഴി നമുക്ക് സാധിക്കും. അതായത് ചില അസുഖങ്ങൾ കണ്ടിന്യൂസ്ലി നമുക്ക് ഓരോ തലമുറകളിലും കാണാൻ സാധിക്കും. പക്ഷേ ചില അസുഖങ്ങൾ അങ്ങനെ ഇമീഡിയറ്റ് കാണാനായിട്ട് സാധിക്കില്ല. അതായത് നമുക്ക് ഒരു 3 ജനറേഷൻ മുന്നേ ഉള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്ന അസുഖം വീണ്ടും ചിലപ്പോൾ നമുക്കിപ്പോൾ വരുന്നുണ്ടാവാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ പറയുന്ന ജീനോമിക് സ്റ്റഡി വഴി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ജീനോമിക് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു DNA ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുള്ളതല്ലേ. നമുക്കിപ്പം ഏറ്റവും റീസെൻ്റായിട്ട് ഈ കൊറോണ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ലോകത്തിനെ എമ്പാടും പിടിച്ചു കുലുക്കിയ ഒരു അസുഖമായതുകൊണ്ട് ഞാനത് എക്സാമ്പിളായിട്ട് എടുക്കുന്നു എന്നാണ്. നമ്മൾ ഈ കൊറോണ വന്ന സമയത്ത് നമ്മുടെ ചീക്സിൽ നിന്നും സ്വാബ് എടുക്കുമായിരുന്നു, പിന്നെ ബ്ലഡ് സാമ്പിൾസ് ചെക്ക് ചെയ്യാൻ കൊടുക്കുമായിരുന്നു അല്ലേ. ഇതുപോലെ തന്നെയാണ് ഒരു ജീനോമിക് അനലിസ്റ്റ് സാമ്പിൾസ് എടുക്കുകയും അതിൽ നിന്ന് DNA എക്സ്ട്രാക്റ്റ് ചെയ്ത് എടുക്കും. DNA എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുമ്പോൾ DNA എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. നമ്മൾ പറയുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഒരു വലിയ സീക്വൻസ് ആണത്. അതിനെ ലബോറട്ടറി കണ്ടീഷനിൽ സീക്വൻസ് ചെയ്തെടുക്കുകയും അതിനെ ഡിജിറ്റലൈസ് ചെയ്യും. ഇതിനെ ഡിജിറ്റലൈസ് ചെയ്തതിന് ശേഷം ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ കോഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിനു വേണ്ടി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെ ഡിജിറ്റലാക്കി ഒരു പസിൽ പോലെയാണ് ഈ DNA. ഇത് പഠിച്ച് ഇത് മനസ്സിലാക്കി ഇതിൽ ഹാംഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഹാംലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് കംപ്ലീറ്റ് ആയിട്ടും ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി ഒരു ഹെൽത്ത് റിപ്പോർട്ട്, ഒരു മനുഷ്യൻ്റെ ഒരു ഹെൽത്ത് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിന് അത് ഈസിയാണ് അല്ലേ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ആയിക്കോട്ടെ, അവർക്ക് മെഡിസിൻസ് കണ്ടെത്താനായിട്ട് ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഫുള്ളും ഒരു പെർട്ടിക്കുലർ അസുഖത്തിന് പ്രോണാണ് എന്ന് വിചാരിക്കുക. സോ അത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രിവെൻഷൻ എടുക്കാനും മെഡിസിൻസ് ഉണ്ടാക്കാനുമായിട്ട് കമ്പനീസിനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഒരുപാട് ബയോടെക് കമ്പനീസ് ഇന്നുണ്ട്. ഈ പറയുന്ന കമ്പനീസിനെല്ലാം ഈ പറയുന്ന ജീനോമിക് അനലിസ്റ്റിൻ്റെ വളരെയധികം ആവശ്യകതകളുണ്ട്. അതുകൊണ്ടാണ് ഈ മേഖലയിൽ ഇന്ന് ഈ ഒരു പ്രൊഫഷന് ഇത്രയധികം ഡിമാൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ജീനോമിക് അനലിസ്റ്റ് ആവേണ്ട ആൾക്കാർക്ക് ഉണ്ടാവേണ്ട ചില സ്കിൽസ് ഉണ്ട്. നമ്മൾ സബ്ജക്റ്റുകൾ ആദ്യമേ ഞാൻ പറഞ്ഞു, എങ്കിലും ചില സ്കില്ലുകൾ ഇതിനാവശ്യമാണ് അല്ലേ. അപ്പോൾ ഇതിൽ ആദ്യം ആവശ്യമായിട്ടുള്ളത് പേഷ്യൻസ് ആണ്. കാരണം DNA പോലെയുള്ളൊരു സാധനം നമ്മൾ സീക്വൻസ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ടീഡിയസ് ആയിട്ടുള്ള ടാസ്ക്കാണ്. അതിനുശേഷം നമ്മൾ ശരിക്കും ഒരു കുട്ടികളിങ്ങനെ പസിൽ മാച്ച് ചെയ്യുന്നത് പോലെയും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ കുഞ്ഞിലെ കണ്ടുപിടിക്കുമല്ലോ ഇങ്ങനെ പസിൽസ് പോലെ, അതേപോലെയുള്ള ഇരുന്ന് നമ്മൾ സാവകാശം കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒരു ആളുടെ പൂർവികരുടെ ഹിസ്റ്ററി, നമ്മൾ എവിടെ നിന്ന് വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടക്കം എല്ലാ കാര്യങ്ങളും, നമ്മുടെ രോഗങ്ങൾ, നമ്മളുടെ ഹെയറിൻ്റെ നേച്ചർ എന്താണ്, നമ്മുടെ സ്കിൻ ടോൺ എന്താണ്, നമ്മളുടെ ഓരോ രീതികളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പേഷ്യൻസ് ഒരു അത്യാവശ്യ ഘടകമാണ്. ഇത് കൂടാതെ ബയോളജിയിലുള്ളൊരു താല്പര്യം, ബയോളജി താല്പര്യമില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഈ പറയുന്ന പ്രൊഫഷനിൽ തുടരാനായിട്ട് സാധിക്കില്ല. പിന്നെ അത്യാവശ്യം കമ്പ്യൂട്ടർ നോളേജ് അറിഞ്ഞിരിക്കണം. പിന്നെ ഇന്നത്തെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അറിയാമല്ലോ, എല്ലാ കുട്ടികളും ചോദിക്കാറുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കോഴ്സ് വരുന്നത് കാരണം ഇനിയിപ്പോൾ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ളത്. ഒരിക്കലും ജോലി നഷ്ടപ്പെടില്ല, പക്ഷേ അതറിയുന്ന ആൾക്കാർ നിങ്ങളുടെ ജോലി കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. സോ ഈ ജീനോമിക് അനലിസ്റ്റിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. സയൻസ് പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ ജോലിയിൽ നിലനിൽക്കാൻ സാധിക്കില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു, കോഡിംഗ് നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ഈ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി എന്താണ് ജീനോമിക് അനലിസ്റ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊഫഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതിലേക്ക് എത്താനുള്ള വഴി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ, അതല്ലെങ്കിൽ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സയൻസ് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും അല്ലേ. ഈ സബ്ജക്റ്റുകൾ കുറച്ചും കൂടെ വാസ്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കാനായിട്ടും പഠിക്കാനായിട്ടും ശ്രമിക്കുക. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2ലേക്ക് പോകുന്ന സമയത്ത് സയൻസ് ഓപ്ഷൻസ് എടുത്ത് മുന്നോട്ട് പോവുക. ഇന്ന് നമുക്ക് +2ൽ ഓപ്ഷൻസ് സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ സയൻസ് ബയോളജി എടുക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് IT എടുക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ മാത്തമെറ്റിക്സ് എടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് പോകാനായിട്ട്. സോ +1 +2 നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും.
ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഗ്രാജുവേഷന് വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് BSc സുവോളജി എടുക്കാം, പിന്നെ BSc മൈക്രോബയോളജി, BSc മോളിക്കുലർ ബയോളജി, ബയോടെക്നോളജി, ബയോ ഇൻഫോർമാറ്റിക്സ്, ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ലെവലിൽ എടുക്കാവുന്നതാണ്. ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞതുകൊണ്ട് ഒരിക്കലും ആർക്കും ജീനോമിക് അനലിസ്റ്റ് ആവാനായിട്ട് സാധിക്കില്ല. സോ ഹയർ സ്റ്റഡീസ് ആവശ്യമാണ്. സോ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് പോകുമ്പോൾ ജെനറ്റിക്സിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കോഴ്സിലേക്ക് നോക്കുന്നതാണ് നല്ലത്. പറ്റുമെങ്കിൽ MSc ജെനറ്റിക്സോ MSc ബയോ ഇൻഫോർമാറ്റിക്സോ ഒക്കെ പഠിക്കുന്നതാണ് ഈ പറയുന്ന പ്രൊഫഷനിലേക്ക് എത്താൻ ഈസി ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. ഇനി MSc കഴിഞ്ഞു വീണ്ടും PhD ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ PhD ഈ പറയുന്ന DNA അനാലിസിസിലും ജീൻ തെറാപ്പിയിലും ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലും എബ്രോഡും നിങ്ങൾക്ക് ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MSc ഇവിടെ പഠിച്ചിട്ട് എബ്രോഡ് പോയി PhDയോ അല്ലെങ്കിൽ MSO അങ്ങനെ ചെയ്യാവുന്നതാണ്. സോ ഓൾവേസ് ഫോക്കസ് ഇൻ ടു DNA അനാലിസിസ് അല്ലെങ്കിൽ ജീൻ തെറാപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി പാരൻസിൻ്റെയൊക്കെ ഒരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വർക്ക് അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ടാണ് അല്ലേ. കുട്ടികൾക്കും ആ കൺസേൺ ഉണ്ടാവും, നമ്മൾ എവിടെയാണ് ഇനി ജോലി കിട്ടുക ഇതൊക്കെ പഠിച്ചിട്ട് എന്ന്. അപ്പോൾ നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ജോലിയുടെ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് ആദ്യം ഹോസ്പിറ്റലുകൾ, വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ ജീനോമിക് അനലിസ്റ്റ് എന്ന് പറഞ്ഞ് തന്നെ പ്രൊഫഷൻ നോട്ടിഫൈ ചെയ്യാറുണ്ട്. അവർക്ക് എന്താണ് മെയിൻലി പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിലാണ്. പുറം രാജ്യങ്ങളിലാണ് കൂടുതലും ജീനോമിക് അനലിസ്റ്റുകളുടെ പ്രൊഫഷൻസ് നോട്ടിഫൈ ചെയ്യാറുള്ളത്. ഇന്ത്യയിൽ ഒരു അപ്കമിങ് ട്രെൻഡിങ് ജോബിലൊന്നായി മാറാൻ പോവുകയാണ് ഈ ജീനോമിക് അനലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് റിസർച്ച് ലബോറട്ടറീസിലാണ്. അതായത് അവരും ഈ കൂടുതലും പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയറിനെ ഫോക്കസ് ചെയ്യുന്ന റിസർച്ച് ലബോറട്ടറീസ് ഉണ്ട്. അങ്ങനെയുള്ള റിസർച്ച് ലബോറട്ടറീസിലും ഈ പറയുന്ന ആൾക്കാർക്ക് ജോലി ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് മെഡിസിൻസ് ഉണ്ടാക്കുന്നു, വാക്സിൻസ് ഉണ്ടാക്കുന്നു, സപ്ലിമെൻറ്റ്സ് ഉണ്ടാക്കുന്നു, ന്യൂട്രീഷണൽ എന്താ പറയുക ഫുഡ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മീൻസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിലും അങ്ങനെയുള്ള കമ്പനീസിലും ജോലി സാധ്യതകളുണ്ട്. അപ്പം ഇത് ഓരോ രാജ്യത്തിനും അവരുടെ ഈ പറയുന്ന ഒരു കൾച്ചറുണ്ട്. അല്ലെങ്കിൽ ഈ നമ്മൾ പറയുമല്ലോ നമ്മുടെ ഒരു പാരമ്പര്യം, നമ്മൾ ഇന്ന കൾച്ചറിൽ നിന്ന് വന്നവരാണ്, അല്ലെങ്കിൽ ഒരു ഏഷ്യൻ നേച്ചർ ഉള്ളവരാണ്, ആഫ്രിക്കൻ നേച്ചർ ഉള്ളവരാണ്. അപ്പോൾ ഇവരുടെ ഓരോരുത്തർക്കും സ്യൂട്ടബിൾ ആവുന്ന ചില രീതികളും ചില സപ്ലിമെൻറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനീസ് ഇന്ന് ഒത്തിരി ഉണ്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് ജോലി സാധ്യതയുണ്ട്. ഇതുകൂടാതെ ബയോടെക് കമ്പനീസ് തന്നെ ഒരുപാട് കമ്പനീസ് ഇന്ത്യയിലും പുറത്തുമുണ്ട്. ആ ഫീൽഡിലും നിങ്ങൾക്ക് ജോലി സാധ്യതയുണ്ട്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UGC നെറ്റ് എഴുതി അല്ലെങ്കിൽ പ്രൊഫസർ ആവണം എന്നുള്ളൊരു താല്പര്യമുണ്ടെങ്കിൽ ആ പറയുന്ന ടീച്ചിങ് പ്രൊഫഷനിലും ഒരുപാട് സാധ്യതകളുണ്ട്. ഈ സബ്ജക്റ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് BSc ജെനറ്റിക്സ് ഉള്ള കോളേജുകളിലോ അല്ലെങ്കിൽ ബയോടെക്നോളജിയോ ബയോ ഇൻഫോർമാറ്റിക്സോ ഉള്ള കോളേജുകളിലൊക്കെ തന്നെ ജോലി സാധ്യതകളുണ്ട്. അത് മാത്രമല്ല പല കോളേജസിലും വലിയ വലിയ റിസർച്ച് വിങ്ങുകളുണ്ട്. അപ്പോൾ നിങ്ങളൊരു പ്രൊഫസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഇതിൻ്റെ ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇനി എന്താണ് ജീനോമിക്സിൻ്റെ ഫ്യൂച്ചർ എന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ജീനോമിക്സിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയാണ് ഇനി ബൂമാവാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇവിടെ ഈ പറയുന്ന ജീനോമിക് അനലിസ്റ്റിൻ്റെ റോളെന്ന് പറഞ്ഞാൽ വലിയൊരു റോളാണ്. ഇനി നമ്മൾ എത്ര ഡോക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര മെഡിസിൻസ് നമ്മൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാലും എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് ആർക്കാണ് ആവശ്യം വരുന്നത്, ഇത് പേഴ്സണലൈസ്ഡ് ആയിട്ട് ആർക്കൊക്കെ ഉപയോഗപ്പെടുന്നു എന്ന് പറയാനായിട്ട് ഒരു ജീനോമിക് അനലിസ്റ്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൂടാതെ പല രോഗങ്ങളും നമുക്കറിയാം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ജീൻ തെറാപ്പി പോലെയുള്ള സിസ്റ്റംസ് ഇന്ന് അവൈലബിൾ ആണ്. ജീൻ തെറാപ്പി എന്ന് പറയുമ്പോൾ ഒരു ഡിഫോൾട്ടായിട്ടുള്ളൊരു ജീനാണുള്ളത്. അപ്പോൾ അത് നമുക്ക് ഹാംഫുള്ളായി മാറാൻ സാധ്യതയുണ്ടെങ്കിൽ ജീൻ തെറാപ്പി വഴി നമുക്ക് ഈ പറയുന്നത് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്നത് മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല, ജീവജാലങ്ങളുടെ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ കാര്യമായിട്ടോ എല്ലാ ഇതിലും ഈ പറയുന്ന ജെനറ്റിക് മെറ്റീരിയലും ജീൻ തെറാപ്പിയും ജീൻ സ്റ്റഡിയും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ജീനോമിക് അനലിസ്റ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൻ്റെ ജോബാണ്. നിങ്ങളെല്ലാവരും തന്നെ ഈ പറയുന്ന പ്രൊഫഷനിലേക്ക് എത്തിപ്പെടാനായിട്ട് ശ്രമിക്കുക.